സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളിൽ PSC റാങ്ക് പട്ടിക നോക്കുകുത്തിയാക്കി വീണ്ടും കരാർ നിയമനത്തിന് നീക്കം. 505 ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കാൻ അനുമതി തേടിയുള്ള ഫയൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജിയുടെ പരിഗണനയിലെത്തി. PSC റാങ്ക് പട്ടികയിൽ 1000-ലധികം ഉദ്യോഗാർത്ഥികൾ നിയമനം കാത്ത് പുറത്തു നിൽക്കുമ്പോഴാണ് ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയുള്ള ഈ പിൻവാതിൽ നിയമന ശ്രമം. ഗ്രാമപഞ്ചായത്തുകളിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ നിയമനവുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും ചട്ടം ലംഘിച്ചുള്ള നീക്കങ്ങൾ നടക്കുന്നത്. 2022-ൽ സംസ്ഥാനത്തെ 505 പഞ്ചായത്തുകളിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ സ്ഥിരം തസ്തികകൾ സൃഷ്ടിച്ച് സർക്കാർ ഉത്തരവായിരുന്നു. അന്ന് PSC റാങ്ക് ലിസ്റ്റ് നിലവിലില്ലാത്തതിനാൽ താൽക്കാലിക നിയമനങ്ങളാണ് നടത്തിയത്. പിന്നീട് 2023, 24, 25 വർഷങ്ങളിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ചട്ടങ്ങളും റൊട്ടേഷൻ ക്രമവും പാലിക്കാതെ നിലവിലുള്ളവർക്ക് തന്നെ കാലാവധി പുതുക്കി നൽകി. ഇതിനിടെ 2026 ജനുവരി 1-ന് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് തലങ്ങളിലേക്കുള്ള പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 റാങ്ക് ലിസ്റ്റ് PSC പുറത്തിറക്കി. എന്നാൽ റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ ബാക്കിയുള്ള 436 പഞ്ചായത്തുകളിലേക്ക് കൂടി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലിക നിയമനം നടത്താൻ LDF സർക്കാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉത്തരവിറക്കുകയായിരുന്നു. PSC ലിസ്റ്റ് നിലനിൽക്കെ താൽക്കാലിക നിയമനങ്ങൾ തുടരണമെങ്കിൽ PSCയുടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നാണ് ചട്ടം. എന്നാൽ ഈ നിബന്ധനകളൊന്നും പാലിക്കാതെയാണ് പുതിയ കരാർ നിയമനങ്ങൾ തദ്ദേശ വകുപ്പിൽ മുൻ സർക്കാർ നടത്തിയതെന്ന് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു. ഒരു റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ 6 മാസത്തിനുള്ളിൽ വേറെ ഏതെങ്കിലും പോസ്റ്റിലോട്ട് ഏത് പോസ്റ്റ് ആയാലും താൽക്കാലികമായിട്ട് എടുക്കുകയാണെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളെ തന്നെ എടുക്കണമെന്ന് സുപ്രീം കോടതി വിധിയുണ്ട്. ഇപ്പോൾ നിലവിൽ ഒരു 6 മാസമായിട്ട് ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഇപ്പം വാലിഡാണ്. പക്ഷേ അവർ ഇതുവരെ ഈ പഞ്ചായത്തിലുള്ള ആൾക്കാരെ തന്നെ പിന്നെയും ഇങ്ങനെ കോൺട്രാക്റ്റ് പുതുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു വർഷം തന്നെ ഒരു 3000-ഓളം കുട്ടികൾ ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവർ ഈ കോഴ്സ് തന്നെ വെച്ചേക്കുന്നത്? 2025 ജൂണിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ നിയമിച്ച 505 പേരുടെ കാലാവധി കഴിഞ്ഞ മാസം അവസാനിച്ചു. എന്നാൽ PSC റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടത്തുന്നതിന് പകരം 505 പേർക്കും കരാർ പുതുക്കി നൽകാനുള്ള ഫയൽ നീക്കമാണ് തദ്ദേശ വകുപ്പിൽ നടക്കുന്നത്. സ്ഥിര നിയമനം നടത്തിയാൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അത് വലിയ സാമ്പത്തിക ബാധ്യതയാകുമെന്ന റിപ്പോർട്ടാണ് ഇത്തരം കരാർ നിയമനങ്ങൾക്ക് പിന്നിൽ. 14 ജില്ലകളിലായി നിലവിലെ റാങ്ക് ലിസ്റ്റിൽ 1792 പേരുള്ളപ്പോഴാണ് ചട്ടവിരുദ്ധമായ നീക്കം. ഇതുവരെ കേവലം 127 പേർക്ക് മാത്രമാണ് റാങ്ക് പട്ടികയിൽ നിയമനം ലഭിച്ചത്. UDF സർക്കാർ വരുമ്പോഴെങ്കിലും റാങ്ക് പട്ടികയിൽ നിന്നും കൂടുതൽ നിയമനങ്ങൾ നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കരാർ നിയമനവുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത് വലിയ തിരിച്ചടിയാണ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.